ഹലോ ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ സൺഫ്ലവർ മേക്കിംഗ് ആണ് കേട്ടോ. പേപ്പർ കൊണ്ട് നമ്മൾ A4 ഷീറ്റ് കൊണ്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ പേപ്പർ കളർ A4 എടുത്തിട്ട് യെല്ലോ കളർ, ഏത് കളറായാലും യെല്ലോ കളർ ആണെങ്കിൽ ഒന്നും കൂടെ വെച്ചു. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ഒരേ ലെവലിൽ മടക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 4-5 അത്യാവശ്യം നല്ല തിക്നെസ്സിലാവുമ്പോൾ എത്ര പേപ്പർ എടുക്കണേ അത്രയും ഭംഗി ഉണ്ടാവും കേട്ടോ. കുറച്ച് ഗ്യാപ്പ് കൊടുക്കണം. അങ്ങനെ ഗ്ലിറ്റർ ഷീറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഗോൾഡൻ കളർ ഗ്ലിറ്റർ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആവശ്യത്തിനുള്ള അളവിൽ നമ്മൾ സർക്കിൾ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ട് നമ്മൾ സ്കെയിൽ വെച്ചിട്ട് നന്നായിട്ട് ഒരേ ലെവലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം. എന്നിട്ട് പിന്നെ പെൻസിൽ കൊണ്ട് കളറില്ലാന്ന് കണ്ടപ്പോൾ ഒന്നുകൂടെ ബ്ലാക്ക് മാർക്കറോ കോഫി കളർ മാർക്കറോ എടുത്തിട്ട് നമ്മളൊന്ന് നന്നായിട്ട് വരയ്ക്കുക. അതിന് ശേഷം ഇങ്ങനെ പിടിച്ചിട്ട് ഒരേ ലെവലിൽ കേട്ടോ, ഓപ്പോസിറ്റ് ആയിട്ടല്ല, സെയിം ലെവലിൽ. അപ്പോഴാണ് നമുക്ക് ഒരേപോലെ അതും സെയിം അളവിലാണ് കട്ട് ചെയ്യണത്. ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടേയിരിക്കും കേട്ടോ. സെയിം ഒരേപോലെ വെച്ചിട്ട് നിങ്ങൾ പൊസിഷൻ മാറി പോകരുത് കേട്ടോ, തിരിഞ്ഞു പോകരുത്. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് എല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഇതിനെ മടക്കുക. ഏകദേശം എല്ലാം മടക്കി നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് പിന്നെ റബ്ബർ ഇട്ടിട്ടുണ്ട് ഞാൻ. നമ്മൾ റബ്ബർ ഇടണമായിരിക്കും കേട്ടോ, ഇല്ലെങ്കിൽ മൊത്തത്തിൽ അപ്പോൾ ഒന്നും കൂടെ വൃത്തി വരും. നന്നായിട്ട് നടുക്ക് സെൻട്രലായിട്ട് നമ്മൾ റബ്ബർ ഇട്ടിട്ടുണ്ട് എല്ലാത്തിൻ്റെ. അപ്പോൾ ഞാനിവിടെ ഒരു 6 ഇതളായിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എന്നിട്ട് നമ്മൾ ഒരേ ലെവലിൽ നമ്മൾ പശ തേച്ചിട്ട് എല്ലാത്തിനും നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ്. നന്നായിട്ട് ഫെവിക്കോളാട്ടോ ഒട്ടിച്ചിട്ടുള്ളത്. അപ്പം ഫെവിക്കോൾ ഒട്ടിക്കായിരിക്കും ഒന്നും കൂടെ നല്ലത്, കാരണം പേപ്പറല്ലേ, പെട്ടെന്ന് ഒട്ടിക്കിട്ടാനും. അപ്പോൾ ഒരേ സെയിം പൊസിഷനിൽ തന്നെ പിടിക്കാൻ ശ്രമിക്കുക കേട്ടോ, തിരിഞ്ഞു പോകരുത്. ഇതാ ഇങ്ങനെ ഒട്ടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ശേഷം നമുക്ക് ഇനി വേണ്ടത് തണ്ടാണ്. അപ്പോൾ നമ്മൾ ഗ്രീൻ A4 ഷീറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ റോൾ ചെയ്തിട്ട് നേരെ റോളിലാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് തിരിച്ചെടുത്തിട്ടുണ്ടേ. അങ്ങനത്തെ 2 എണ്ണമാണ് കേട്ടോ നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമ്മളതിന് ലാസ്റ്റ് വരുന്ന ഭാഗത്ത് നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്നുകൂടെ റോൾ ചെയ്ത് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം കേട്ടോ. അങ്ങനെ 2 എണ്ണമാണ് നമുക്ക് ആവശ്യമുള്ളത് കേട്ടോ. ഈ 2 സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലാസ്റ്റിൽ 2 സൈഡിലും നമ്മൾ ആ ഗ്രീൻ A4 ഷീറ്റിൻ്റെ റോള് വെക്കുക തണ്ടായിട്ട്. ഓക്കെ, നന്നായിട്ട് പശ തേച്ചോളൂ കേട്ടോ. എന്നിട്ട് നല്ല പ്രസ് ചെയ്ത് ഇനി കുറച്ച് സമയം ഉണങ്ങാൻ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇത് ഉണങ്ങുന്ന സമയം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് ഉണങ്ങിയിട്ട് അതൊന്ന് റൊട്ടേറ്റ് ചെയ്യാം. ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സൺഫ്ലവർ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഓപ്പൺ സ്പേസിലൊക്കെ നമ്മൾ ഈ തണ്ടിൻ്റെ ആ ഇതളിൻ്റെ ഓപ്പൺ ആയി കിടക്കണം ആ സ്പേസിൽ നമ്മൾ പശ തേച്ച് കൊടുക്കാൻ പോവുകയാണ്. ഫെവിക്കോൾ തന്നെയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്നും കൂടെ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ഉണങ്ങാൻ വെയിറ്റ് ചെയ്യുക കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ സെൻറ്ററിൽ ഫ്ലവറിനും കൂടെ സെൻറ്റർ പോർഷനും കൂടെ നമ്മൾ ആ ഗ്ലിറ്റർ ഷീറ്റിൻ്റെ നടുക്കും കൂടെ നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഉണങ്ങാൻ വെയിറ്റ് ചെയ്യണേ. രാത്രിയിൽ ഉണ്ടാക്കുകയായിരിക്കും ഏറ്റവും ബെറ്റർ, കാരണം നമുക്ക് എണീച്ച് വരുമ്പോഴത്തേന് സംഭവം അടിപൊളിയായിട്ട് ഉണങ്ങിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് കേട്ടോ. അടിപൊളി സൺഫ്ലവർ ആയിട്ടുണ്ട്.